ഹായ് ഫ്രണ്ട്സ്, കുടുംബശ്രീ ചേട്ടത്തിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ ജോത്സ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണു പിന്നാലെ പോകാൻ കാണുമ്പോൾ അയ്യോ കുഞ്ഞെ എന്നെ അടിക്കല്ലേ എന്ന് പറയുമ്പോൾ അടിക്കാനൊന്നുമല്ല, ഞാൻ പോക്കറ്റിൽ കൈയിട്ടിട്ട് പൈസ എടുക്കുമേ. അപ്പോൾ ചാന്തി മുഹൂർത്തം നടക്കാനാണോ അതോ മുടക്കാനാണോ ശരിക്കും ഇവിടെ അതൊന്നും വിടും, താനൊന്ന് പൊക്കോ എന്ന് കണ്ട് പറയുമ്പോൾ പൈസയൊക്കെ കൊടുക്കണത് ശ്യാമ അവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ശ്യാമ ഇതെന്തത് ഇവർ തമ്മിലിപ്പോൾ അപ്പോൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്യാമ അങ്ങനെ നിൽക്കുന്നത്. അപ്പോഴാണ് ശാലിനിനെ വിളിച്ചിട്ട് പറയുക, കുഞ്ഞേച്ചി ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങൾ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അവർ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവർ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നത്. എന്താ നിനക്ക് തോന്നാന്ന് പറയുമ്പോൾ അവിടെ മാല ഊരി വെച്ച അപ്പം തൊട്ടുള്ള കാര്യങ്ങൾ ശ്യാമ ശാലിനിയോട് പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ജോത്സ്യൻ വന്നു, ചാന്തി മുഹൂർത്തം നടത്താനുള്ളത് ഇങ്ങനെ വിഷ്ണുവേട്ടൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു മുടക്കാനായിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് ശരി നീ എന്താണെങ്കിലും നോക്ക് എന്ന് പറഞ്ഞിട്ട് പറയും. അതിന് ശേഷം അവിടുന്ന് പോകും. പോയതിന് ശേഷം നമ്മുടെ ശ്യാമ ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ മധുശ്രീൻ്റെ നിന്ന് കോള് വരിക കാർത്തിക് കോള് വരുമ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ എന്താ നിൻ്റെ ഒച്ച ഇങ്ങനെ. അപ്പോൾ നിൻ്റെ തൊണ്ടവേദനയൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട്, മര്യാദയ്ക്ക് 20 മിനിറ്റിനുള്ളിൽ നീ കഴക്കൂട്ടത്തിലെത്തിക്കണം, എനിക്ക് ആ സ്ഥലമൊന്നും അറിയില്ല പറയുമ്പോൾ നീ എത്തണം 15 മിനിറ്റ്. അപ്പോൾ 20 മിനിറ്റ് പറഞ്ഞാൽ അതിൽ 5 മിനിറ്റ് കുറച്ചു, നിനക്ക് ഇനി ഓരോ തെറ്റുകൾ ചെയ്യുന്നതോറും നിനക്ക് പണിഷ്മെൻറ്റ് ഞാൻ തന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. പറയും പെട്ടെന്ന് എത്തിയിരിക്കണം. അപ്പോൾ എനിക്ക് ആ സ്ഥലമൊന്നും അറിയില്ല പറയുമ്പോൾ ഇതെല്ലാം ശ്യാമ അവിടെ നിന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത്. സ്ഥലം അറിയില്ല എന്ന് പറയുമ്പോൾ പറയും സ്ഥലം നീ കണ്ടുപിടിച്ചിട്ട് വരണം, എത്തിയില്ലെങ്കിൽ പിന്നെ ഇനിയും സമയം കുറയ്ക്കും, ഇനിയും പണിഷ്മെൻറ്റ് കൂടുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ശ്യാമ കാർത്തിക മെല്ലെ ബാഗൊക്കെ എടുത്തിട്ട് ആരും കാണാതെ പതുക്കെ ഇറങ്ങും. അപ്പം ശ്യാമ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരിനെയും ശ്യാമ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷ്ണുവിനെയും കാർത്തികനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ കാർത്തിക പോയതിന് ശേഷം ശ്യാമ ഫോൺ എടുത്തിട്ട് വിളിക്കും, കുഞ്ഞേച്ചി തിരക്കിലാണോ, അല്ല എന്താ പറ്റി മോളെ ചോദിക്കുമ്പോൾ ഞാൻ കാർത്തികനെ ആരോ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കഴക്കൂട്ടത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എങ്ങനെ കേട്ടു? ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞ അവൾക്ക് സ്ഥലം അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ആരാ വിളിച്ചേ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ശരി മോളെ ഞാനൊന്ന് അങ്ങോട്ട് പോകാം, എന്നാലും ശ്രദ്ധിച്ച് പോകണം ചേച്ചി, ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം, അവളെ എന്നെ കരയിപ്പിച്ചതിന്, അവളെങ്ങാനും ഇതിൽ വിഷ്ണുവിനെ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ എന്നെ കരയിപ്പിച്ചതിനും അവൾക്ക് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട്, ആരാണ് ഇതിന് പിന്നിൽ നിന്ന് ഞാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമനോട് ശാലിനി പറയുകയാണ്. പറഞ്ഞതിന് ശേഷം ശരി ചേച്ചി എന്നാൽ ഞാൻ വിളിക്കാം, എന്തെങ്കിലും ഇനി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്യാമ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ മധുശ്രീൻ്റെ അടുത്തേക്ക് കാർത്തിക എത്തി. എന്താ എന്നെ വിളിച്ചത് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചാൽ നീ വരുന്നുണ്ടോയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് പറയും. ഇനിയും നീ ഓരോ തെറ്റുകൾ ചെയ്യുന്തോറും നിൻ്റെ ഈ സമയങ്ങൾ ഓരോ കാര്യങ്ങളിൽ ഞാൻ സമയവും കുറയ്ക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ആളുകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നിൻ്റെ വീട്ടുകാരനെ അറിയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമനല്ല നമ്മുടെ കാർത്തികനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് മധുശ്രീ പറയും എന്താണ് വരാൻ പറഞ്ഞത്, എന്താണ് നീ കാണിക്കുന്നത്, ഇതിലൊന്നും തീരുമാനമായിട്ടില്ല, ഇന്നലത്തെ വിവരങ്ങൾ നീ വിളിച്ച് പറഞ്ഞില്ല ശാലിനിൻ്റെ. അപ്പോൾ ശാലിനി അവിടെ കാറും കൊണ്ട് നിർത്തിയിട്ട് ഇവരിനെ വാച്ച് ചെയ്യണം, എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പറയാം നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് പറയുമ്പോൾ നീ ചെയ്യണം, ഇനി എല്ലാം കൊണ്ടും നീ വിഷ്ണുവിനെ സ്വന്തമാക്കിയിരിക്കുന്നത് പോലെ വേണം അവൾക്ക് കരുതാനായിട്ട്, അവൾ തീരെ വിഷ്ണുവിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോണ രീതിയിൽ നീ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. ഇല്ലേ നീ ഇത് ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് സത്യം ഇടാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ നിവർത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശാലിനി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, കാരണം മധുശ്രീയും ഇവർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി കരുതും. അപ്പോഴാണ് എന്താണ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികയ്ക്കും ഇവർ തമ്മിൽ എന്തൊരു ബന്ധമുണ്ട്, അപ്പോൾ കാരണം ഇത് കേൾക്കുന്നില്ല ഇവർ പരസ്പരം പറയുന്നത്, കൈ സത്യം ഇടാൻ വേണ്ടി പറയുമ്പോൾ കൈ കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇനിയിപ്പോൾ ശാലിനി വന്നിട്ട് ഇനി മധുശ്രീൻ്റെ അടുത്ത് ഇനി എൻ്റെ ഇത് തകർക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്യുന്നതാണെന്ന് കൊണ്ട് നമ്മുടെ ശാലിനി ഇനി അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നുള്ളത് നോക്കാം. എന്താണെങ്കിലും ഇവർ തമ്മിലിപ്പോൾ കൂട്ടാവുന്നുണ്ട്, മധുശ്രീയും കാർത്തികയും തമ്മിൽ. നീ എന്താണെങ്കിലും മിടുക്കിയാണ്, എൻ്റെ ഒപ്പം എത്തിയല്ലോ, ഞാൻ പറയുമ്പോഴേക്കും എത്തിയല്ലോ, നീ എൻ്റെ കൂട്ടുകാരിയാവാനുള്ള യോഗ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മധുശ്രീ പറയുകയാണ് നമ്മുടെ കാർത്തികനോട്. അപ്പോഴാണ് പറയണത് എന്താണെങ്കിലും ആളുകൾ എല്ലാവരും അറിയാതെ വേണം ചെയ്യാനായിട്ട് ശാലിനെ. അപ്പോൾ എന്താണെങ്കിലും അപ്പം നാളത്തെ എപ്പിസോഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഒരു കൈ കൊടുക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കണേ.
എന്താണെങ്കിലും ശാലിനിയും ഇതിൽ എതിർക്കുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് നോക്കാം. ഇനിയിപ്പോൾ മധുശ്രീ ആയിട്ടുള്ള ബന്ധം വിഷ്ണു പറഞ്ഞാൽ ഇനി കാർത്തികിനെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുക എന്നുള്ളത് നോക്കാം. എന്താണെങ്കിലും നാളത്തെ അപ്കമിങ് റിവ്യൂസ് ഞാൻ വരുന്നതായിരിക്കും. എന്താണെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്